സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഏറെ വൈകാരികമായ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ദിനമാണ് ഓശാന തിരുനാൾ ദിനം. കുരുത്തോലകൾ കൈകളിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും കുരുത്തോലയും കയ്യിലേന്തി ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണമായി നീങ്ങുന്നതും ദേവാലയത്തിന്റെ ആനവാതിൽ പുരോഹിതൻ കുരിശുകൊണ്ട് തട്ടി തുറന്ന് എല്ലാവരും കുരുത്തോലയും കയ്യിലേന്തി ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതുമെല്ലാം ഓശാന തിരുനാളിന്റെ മാത്രം സവിശേഷമായ ചില കർമ്മങ്ങളാണ്. ഈശോയുടെ മഹത്വപൂർണമായ ജെറുസലേം പ്രവേശനത്തിൽ വലിയ ഒരു ജനക്കൂട്ടം അവിടുത്തെ അനുഗമിച്ചു. സഭ ഓശാന തിരുനാൾ ആചരണത്തിലൂടെ അന്നത്തെ ആ ഘോഷയാത്രയിൽ പ്രതീകാത്മകമായി പങ്കുചേരുകയാണ്. ചരിത്രത്തിലേറെ ജൈത്രയാത്രകളും പദയാത്രകളും മാർച്ചുകളും നടന്നിട്ടുണ്ട്. അവയിൽ പലതും വിസ്മൃതിയിലായി. എന്നാൽ ഈശോയുടെ ജെറുസലേം ഘോഷയാത്ര കാലത്തെ അതിജീവിച്ച് എന്നും സമകാലികമായി നിലനിൽക്കുകയാണ്. ജെറുസലേം നഗരം തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന അവസരമാണ് പെസഹ കാലം. നഗരത്തിന്റെ 20 മൈൽ ചുറ്റളവിൽ താമസിക്കുന്ന 18 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും നിർബന്ധമായും തിരുനാളിൽ പങ്കെടുക്കണം എന്നതായിരുന്നു നിയമം. നിയമം ഇതായിരുന്നുവെങ്കിലും ലോകത്തിന്റെ ഭാഗങ്ങളിലുമുള്ള യഹൂദരിൽ നിന്ന് സാധിക്കുന്ന എല്ലാവരും പെസഹ കാലത്തെ തിരുനാളിൽ പങ്കുചേരാനായി ജെറുസലേമിൽ എത്തിച്ചേരാൻ ശ്രമിച്ചിരുന്നു. ഏകദേശം 2 ലക്ഷത്തിലധികം യഹൂദർ പെസഹ കാലത്ത് ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയേറെ ജനനിബിഡമായ ഒരവസരത്തിലാണ് ഈശോ നഗരം മുഴുവൻ ഇളക്കി മറിച്ച് ആഘോഷപൂർവ്വം ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. തികച്ചും രാജോചിതമായ ഒരു വരവേൽപ്പാണ് ജനങ്ങൾ ഈശോയ്ക്ക് നൽകിയത്. ഇസ്രായേലിൽ രാജാക്കന്മാർ ജൈത്രയാത്ര നടത്തുമ്പോൾ അവരെ എതിരേൽക്കുക വഴിയിൽ വസ്ത്രം വിരിച്ചും മരച്ചില്ലകൾ വീശിയുമാണ്. ഈശോ ജെറുസലേമിലേക്ക് കടന്നു ചെന്നപ്പോൾ ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ശാഖകൾ മുറിച്ച് വഴിയിൽ നിരത്തി എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഈശോയെ തങ്ങളുടെ രാജാവായി അംഗീകരിച്ച് ഏറ്റുപറയുകയായിരുന്നു ജനങ്ങൾ ഈ അനുഷ്ഠാനത്തിലൂടെ. ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന എന്നാർത്തു പാടിക്കൊണ്ടാണ് ജനം ഈശോയെ എതിരേറ്റത്. ഹോസാന എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. സാധാരണ ഈ പദം ഉപയോഗിക്കുക ജനങ്ങൾ രാജാവിനോട് സഹായ അഭ്യർത്ഥന നടത്തുമ്പോഴാണ്. ഈശോയെ രാജാവായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് ജനങ്ങൾ. വിമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ജനത്തിന്റെ അടങ്ങാത്ത ദാഹമാണ് ഈ ആർപ്പ് വിളിയിൽ നിഴലിക്കുക. മരിച്ചവരെ ഉയർപ്പിക്കുകയും വിശക്കുന്നവരെ അപ്പം നൽകി തൃപ്തരാക്കുകയും കാറ്റിനെയും കടലിനെയും പോലും ശാന്തമാക്കുകയും അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മൂകർക്ക് സംസാരശക്തിയും നൽകുകയും തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയും ചെയ്തതുവഴി ഈശോയെ ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയായി ജനം കരുതാൻ തുടങ്ങിയിരുന്നു. പലവിധ വേദനകളാലും ആകുലതകളാലും യാതനകളാലും അസ്വസ്ഥരായിരുന്ന ജനങ്ങൾ ആഘോഷപൂർവ്വം പട്ടണപ്രവേശനം നടത്തുന്ന ഈശോയെ കണ്ട് തങ്ങളുടെ അസ്വസ്ഥതകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് യാചിക്കുകയാണ്. ഈശോയെ ഒരു രാഷ്ട്രീയ വിമോചകനായിട്ടാണ് ഇവിടെ ജനങ്ങൾ പ്രധാനമായും കണ്ടിരുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഭരണാധികാരികൾ വാചാകുലരാകുമ്പോഴും അസ്വസ്ഥതയും ആകുലതയും നിറഞ്ഞ മുഖവുമായി നടക്കുന്ന മനുഷ്യരെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക. ഭൗതിക പുരോഗതി പല രംഗത്തും കൈവരിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൽ അനുഭവപ്പെടുന്ന വരൾച്ച, അതാണ് ഇന്നത്തെ അസ്വസ്ഥതയ്ക്ക് കാരണം. ദുരാഗ്രഹങ്ങളുടെയും ദുശീലങ്ങളുടെയും അടിമയായ മനുഷ്യന് ആന്തരിക സമാധാനമോ ശാന്തിയോ ലഭിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു സമൂഹത്തെ താങ്ങി നിർത്തുന്ന 5 തൂണുകളായിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞര് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുക വീട്, വിദ്യാലയം, മതം, മാധ്യമം, രാഷ്ട്രീയം ഇവയാണ്. ഈ 5 തൂണുകളും തകർന്നു എന്ന് പരിതപിക്കുന്നവർ ഇന്ന് ഏറെയുണ്ട്.
ഇവിടെയെല്ലാം കച്ചവട സംസ്കാരം കടന്നു കയറിയിരിക്കുന്നു എന്നാണ് പരിദേവനം. കുടുംബത്തിന്റെ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും സംസ്കാരവും നഷ്ടമായി എന്നും, വിദ്യാലയങ്ങളിൽ ലാഭത്തിന്റെ വിജയമന്ത്രണങ്ങളാണ് ഇന്ന് പലപ്പോഴും ഓതുന്നതെന്നും, മതം അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ഏറെ വ്യതിചലിച്ചുവെന്നും, മാധ്യമങ്ങളും രാഷ്ട്രീയവും തത്വദീക്ഷിത പാടെ ഉപേക്ഷിച്ചുമെന്നുമാണ് ഇന്നത്തെ പരാതികള്. ഇതിന്റെയൊക്കെ അനന്തര ഫലങ്ങളാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്നതിന് കാരണമായിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞര് ചൂണ്ടിക്കാണിക്കുക. ഇതാണ് ഇന്നത്തെ അസ്വസ്ഥതയ്ക്ക്, വേദനകൾക്ക് പലപ്പോഴും കാരണം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈശോയുടെ ജെറൂസലേം പട്ടണത്തിലേക്കുള്ള ഘോഷയാത്ര അവസാനിക്കുന്നത് ജെറൂസലേം ദേവാലയത്തിലാണ് എന്നത് ഏറെ പ്രതീകാത്മകമാണ്. ദേവാലയത്തിൽ പ്രവേശിച്ചയുടൻ ആരാധനാ സ്ഥലത്തിന്റെ പരിശുദ്ധിക്ക് ചേരാത്ത ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നവരെ ഈശോ ദേവാലയത്തിൽ നിന്നും പുറത്താക്കുകയാണ്. ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം കൂടി അനുസ്മരിക്കുന്ന ഓശാന തിരുനാൾ ദിനം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണോ എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. മലിനമായ ആഗ്രഹങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും കച്ചവട മനസ്ഥിതിയുമെല്ലാം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഈ ശുദ്ധീകരണം നടക്കണമെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരേണ്ടതുണ്ട്. ഇന്ന് ഓശാനയുടെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്തകളാണിതെല്ലാം. മനുഷ്യ മനസ്സിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ വസിക്കുന്ന സമൂഹത്തിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. ഒരു ഭൗതിക ഭരണാധികാരി, അമാനുഷിക ശക്തിയുള്ള മനുഷ്യൻ എന്നിവയ്ക്കപ്പുറം തങ്ങളുടെ സമഗ്ര വിമോചകനാണ് ഈശോ എന്ന് മനസ്സിലാക്കാൻ ജനത്തിന് സാധിച്ചില്ല. തന്മൂലമാണ് പ്രത്യക്ഷത്തിൽ ഈശോ ഒരു പരാജിതനാണ് എന്ന് തോന്നിയ ദുഃഖവെള്ളിയാഴ്ച ജനം ഈശോയെ ഉപേക്ഷിക്കാനും അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയാനും തയ്യാറായത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കാം. ജീവിത നവീകരണ ധ്യാനാവസരങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും വിശ്വാസം ഏറ്റുപറയുകയും ഹോശാന എന്ന് ആർത്തു വിളിക്കുകയും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവർ അനുദിന ജീവിതത്തിലെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ വിശ്വാസം തന്നെ ത്യജിച്ച് ലോകത്തിന്റെ വഴികളിലൂടെ ചരിച്ചു എന്നും വരാം. ഇതിന് കാരണം ഭൗതികതയ്ക്കുമപ്പുറം സമഗ്ര വിമോചകനായി ഈശോയെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. എന്ന് ഈശോ സമഗ്ര വിമോചകനാണ് എന്ന അവബോധത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമോ, അപ്പോൾ ഏതു സാഹചര്യത്തിലും ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കാൻ നമുക്കും സാധിക്കും. 24-ാം സങ്കീർത്തനം ഉച്ചരിച്ച് വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് പാടി ഓശാനയിലെ പ്രദക്ഷിണത്തിൽ കുരിശുമുട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്ന രീതി ഇപ്പോൾ സിറോ മലബാർ കർമ്മക്രമത്തിലുണ്ട്. ഇതേറെ പ്രതീകാത്മകമായ ഒരു കർമ്മമാണ്. മിശിഹ മരക്കുരിശുകൊണ്ട് ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗ കവാടത്തിൽ മുട്ടുകയാണ്. ദൈവത്തെ സമീപിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു ലോകത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കുരിശുകൊണ്ട് മിശിഹ സ്വർഗത്തിന്റെ വിശാലമായ വാതിൽ മനുഷ്യന് തുറന്നു തന്നിരിക്കുന്നു എന്നതാണ് ഇത് പ്രതീകാത്മകമായി അവതരിപ്പിക്കുക. മനുഷ്യന് ദൈവത്തെ കാണാൻ ഈ വാതിലിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. ഇന്നും അത് മറ്റൊരു രൂപത്തിൽ തുടരുകയാണ്. ഈശോ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ ഹൃദയ കവാടത്തിൽ മുട്ടുകയാണ്. പക്ഷെ എത്ര പേർക്ക് ആ സ്വരം കേട്ട് വാതിൽ തുറക്കാനായിട്ട് സാധിക്കും? നമ്മുടെയൊക്കെ മനസ്സിൽ മന്ത്രിക്കുന്ന മനസ്സാക്ഷിയുടെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതിനുള്ള ഒരുക്കത്തിന്റെ സമയമാണ് നോമ്പ് കാലം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈശോ ജെറൂസലേമത്ത് പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായതുപോലെ ഓശാന ഘോഷയാത്രയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾക്കും ഒരു ഇളക്കം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓശാന ഞായർ ആഹ്വാനം ചെയ്യുന്നത് ഒരു ശൈലി മാറ്റത്തിനാണ്. ഏതു തരത്തിലുള്ള മാറ്റമാണ് നമ്മിലൊക്കെ ഉണ്ടാകേണ്ടത്? കുതിരപ്പുറത്ത് വന്ന് കീഴടക്കുന്ന ഒരു രാജാവിന്റെ ശൈലിയിൽ നിന്ന് മാറി കഴുതയുടെ പുറത്തെത്തുന്ന സമാധാനപ്രിയനായ ഒരു രാജാവിന്റെ ശൈലിയിലേക്ക് അവരന്റെ ചോരയും കണ്ണീരും വീഴ്ത്തി
പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിച്ച് വിജയിയാകുന്ന ഒരുവന്റെ ശൈലിയിൽ നിന്നും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സ്വയം നൽകി ഇല്ലാതായി മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്ന ഒരു ശൈലിയിലേക്കുള്ള മാറ്റത്തിനാണ് ഓശാന തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു SMS സന്ദേശം ലഭിച്ചു. സന്ദേശം ഒരല്പം കൗതുകകരമാണ്. സന്ദേശത്തിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്: അടുത്ത ഞായറാഴ്ച ഓശാനയല്ലേ, ഞങ്ങളുടെ ദേവാലയത്തിലേക്കൊന്ന് വരാമോ? ഞങ്ങളുടെ ഹോസാനയുടെ പ്രദർശനത്തിന് ഒരു കഴുതയെ ആവശ്യമുണ്ട്. അങ്ങാണെങ്കിൽ എല്ലാം കൊണ്ടും ചേരുമല്ലോ എന്ന്. ഒട്ടൊക്കെ കൗതുകമുണർത്തുന്ന SMS സന്ദേശമാണ് ഇത് എങ്കിലും യഥാർത്ഥത്തില് നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു കഴുതയാകാനുള്ള വിളിയില്ലേ? ഈശോയ്ക്ക് വേണ്ടി സ്വയം കഴുതയാകാനുള്ള വിളി. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ നമ്മെ നോക്കി പറഞ്ഞിട്ടുണ്ടാകാം ഇവനൊരു കഴുതയാണെന്ന്. അല്ലെങ്കിൽ ഒരുപക്ഷെ നാം ഒക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം, എന്റെ ജീവിതം ഒരു കഴുതയുടേതിന് സമാനമായ ജീവിതമല്ലേ എന്ന്. ഞാൻ എന്തിന് ഈ ഭാരം വഹിക്കണമെന്ന്. കുടുംബത്തില്, സമൂഹത്തില്, ജോലിസ്ഥലത്ത്, പൊതുസ്ഥലത്ത് ഒക്കെ നാം ഒരു കഴുതയായി പോയല്ലോ എന്ന് ഒരുപക്ഷെ നാം ഒക്കെ വേദനിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ഒരു കഴുതയെ പോലെയാണല്ലോ നമ്മോട് പെരുമാറുന്നത് എന്നൊക്കെ നമുക്കും ചിന്തയുണ്ടായിട്ടുണ്ടാകാം. ഓശാന തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട്. കർത്താവിന് പോലും ഒരു കഴുതയെ ആവശ്യമായിരുന്നു ജെറുസലേമിലേക്ക് ആഘോഷപൂർവമായ യാത്ര നടത്താന്. നാം ആര് തന്നെ ആയാലും ഒരു കഴുതയായി പോയാലും കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ചിന്ത ഓശാന ഞായർ നമ്മെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു ചിന്ത അതാണ്. കർത്താവിന് എല്ലാവരെ കൊണ്ടും ആവശ്യമുണ്ട്. വലിപ്പ ചെറുപ്പവും സ്ഥാനമഹിമയും ഒക്കെ മനുഷ്യന്റെ ദൃഷ്ടിയിലാണ്. നാം ആരു തന്നെയാണേലും നമ്മെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നൊരു ചിന്ത ഓശാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓശാനയിലെ കഴുതയെക്കുറിച്ച് കൗതുകകരമായ അനേകം ഉപകഥകള് പലപ്പോഴും പ്രചരിച്ചിട്ടുണ്ട്. അതില് ഏറെ ശ്രദ്ധേയമായ ഒരു കഥയുണ്ട്. ഓശാനയുടെ പിറ്റേന്ന് ഓശാന ഞായറിലെ കഴുത നിരത്തിലിറങ്ങുകയാണ്. തലേന്ന് ലഭിച്ച സ്വീകരണങ്ങളും ആർപ്പുവിളികളും വസ്ത്രം വിരിക്കലും ജയവിളികളുമാണ് കഴുതയുടെ മനസ്സില്. ആരവം പ്രതീക്ഷിച്ച്, സ്വീകരണം പ്രതീക്ഷിച്ച്, പൂമാലകൾ പ്രതീക്ഷിച്ച് കഴുത നടക്കുകയാണ്. എന്നാൽ ഇതൊന്നും കിട്ടുന്നില്ല. ആരും തന്നെ കണ്ട ഭാവം പോലും കാട്ടുന്നില്ല. കഴുതയ്ക്ക് ദേഷ്യമായി. അത് ബഹളം കൂട്ടി. ഇന്നലെ തനിക്ക് തന്ന സ്വീകരണങ്ങൾ എന്തേ ഇന്നില്ലാത്തത്? കഴുതയുടെ ദേഷ്യവും പ്രകടനങ്ങളും ശല്യവും സഹിക്കവയ്യാതായപ്പോൾ ജനം കല്ലും വടിയുമായിട്ട് കഴുതയെ നേരിടുകയാണ്. കഴുതയ്ക്ക് കല്ലും തല്ലും ഏറെ കിട്ടി. എന്നിട്ടും കഴുതയ്ക്ക് കാര്യം പിടികിട്ടിയില്ല. തന്നില് ഈശോ ഇല്ല എന്ന യാഥാർത്ഥ്യം കഴുതയ്ക്ക് പിടികിട്ടുന്നില്ല. ഈശോ ഇല്ലെങ്കിൽ നാം ആരും ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം. ഈശോ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ അധ്വാനങ്ങള് അത് ഫലമണിയുകയില്ല എന്നത് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ടല്ലേ പലരും എഴുതി വെക്കുന്നത്, വിത്ത് ഗോഡ് ഐ ആം എ ഹീറോ, വിത്തൗട്ട് ഗോഡ് ഐ ആം എ സീറോ. ദൈവം കൂടെയില്ലാത്തപ്പോൾ നാം ഒക്കെ വെറും സീറോയാണ്. ദൈവം കൂടെയുള്ളപ്പോഴാണ് നാം ഒക്കെ ഹീറോ ആകുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ജെറുസലേം നഗരത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ഈശോയോട് അപേക്ഷിച്ചതുപോലെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്കും ഈശോയോട് യാചിക്കാം. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ധനമോഹത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ഏറ്റുപറയാം. ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി നമുക്ക് ഏറ്റുപറഞ്ഞ് ഈശോയിലുള്ള വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് കുരുത്തോലകളും കൈകളിലേന്തി നമുക്ക് പ്രദക്ഷിണത്തില് പങ്കുചേരാം. ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കലാണ് കുരുത്തോലകൾ കൈകളിൽ ഏന്തുന്നതിലൂടെയും കുരുത്തോലകൾ നമ്മുടെ വാഹനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെയും കുരുത്തോലകൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെയും നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈശോയുടെ മുമ്പില് നമ്മുടെ ആവശ്യങ്ങളും യാചനകളും
നൽകാൻ, ആവശ്യങ്ങളും യാചനകളും ഈശോയുടെ മുമ്പിൽ ഉണർത്തിക്കാൻ മാത്രമല്ല, ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനും നമുക്ക് മറക്കാതിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നാഥ, ഞങ്ങളെ എല്ലാ വിധത്തിലുമുള്ള തെറ്റായ ബന്ധനങ്ങളിൽ നിന്നും മോചിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന്. ഒപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാം, ഒരു ശൈലി മാറ്റം ഞങ്ങളിൽ സംഭവിക്കാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ശക്തി കൊണ്ട് കീഴടക്കാനല്ല, സ്നേഹം കൊണ്ട് പകർന്നു നൽകി മനസ്സിനെ കീഴടക്കാൻ, മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം പകരുന്നത് എന്ന യാഥാർത്ഥ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് കൂടെയില്ലെങ്കിൽ ഞങ്ങൾ വെറും കഴുതകളാണെന്നും ഞങ്ങളുടെ അധ്വാനങ്ങൾ നിഷ്ഫലമാണെന്നും ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് മറക്കാതിരിക്കാം, ഓശാന തിരുനാൾ ഒരു ശൈലി മാറ്റത്തിനാണ് ആഹ്വാനം നൽകുന്നത്. ആ ശൈലി മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിലാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.